വളരെ പ്രസിദ്ധമായിട്ടുള്ള കുത്തുബ് ഷാഹി ടോംസ് കാണാനാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. 10 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. അതുപോലെ നമ്മൾ ബൈക്കിലാണ് വരുന്നത് വെച്ചാൽ ഒരു 60 രൂപ ബൈക്കിന് വേണം കേട്ടോ. ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞാല് നമ്മൾ ഹൈദരാബാദിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വന്ന് കാണേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. കുത്തുബ് ഷാഹി രാജവംശത്തിലെ വിവിധ രാജാക്കന്മാർ നിർമ്മിച്ച ശവകുടീരങ്ങളും പള്ളികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, അതുപോലെ തന്നെ ഭയങ്കര ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. വന്ന് നമ്മള് ഒരു 10 രൂപ കൊടുത്തിട്ട് ഇത്രയും കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷം നമുക്ക് വരാനുണ്ട് കേട്ടോ. പച്ചമാങ്ങ, പൈനാപ്പിൾ, അതുപോലെ പോപ്കോൺ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെറിയൊരു ഷോപ്പിൽ വിൽക്കുന്നുണ്ട് കേട്ടോ. 30 രൂപയാണ് പൈനാപ്പിളിന് വരുന്നത്. ഉപ്പും മുളകൊക്കെ മിക്സ് ചെയ്തിട്ട് അവര് നമുക്കൊരു ഗ്ലാസ്സിലാക്കി തരും കേട്ടോ. അതൊക്കെ കഴിച്ചും കൊണ്ട് ഇങ്ങനെ നടന്നു പോവാനും ഈ ഒരു സംഭവങ്ങളൊക്കെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. പിന്നെ ആ പൈനാപ്പിളൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വന്നത് ഒരു 4 മണി ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ചൂട്, വെയിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മൾ നട്ടുച്ചയ്ക്കാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പൊരിഞ്ഞു പോകും ഗൈസ്. കാരണം ഇത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകണമല്ലോ. അപ്പം നട്ടുച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ രാവിലെ വരാൻ നോക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം വരാൻ നോക്കുക. വൈകുന്നേരം എന്ന് പറയുമ്പോൾ 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും. അപ്പത്തേക്ക് അവർ വിസിലടിച്ച് നമ്മളെ പുറത്തേക്ക് ഇറക്കും. അപ്പം അതിന് മുൻപ് വരികയാണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷെ ഉച്ച ടൈമിൽ വരുവാണെങ്കിൽ നമ്മൾ ആ വെയിലിന്റെ ഇതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടൂല. അപ്പം എന്നെ പോലെ വെയിൽ അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാന്. അല്ലാത്തവർക്ക് ഇത് സമയത്ത് വന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എണ്ണ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വ്യൂ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഈവനിങ് എന്ന് പറയുന്ന സമയത്ത് വരുവാണെങ്കിൽ പൊള്ളി വൈബാണ് ഗൈസ്. പിന്നെ എന്താ വെച്ചാല് ഈ ചരിത്രങ്ങളോടൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അതായത് ഈ പഴയകാലം, സുൽത്താൻമാര്, രാജവംശം, പിന്നെ മ്യൂസിയം, പാലസ്, ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരിക്കും കേട്ടോ. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ നോർമലി എങ്ങനെയാ വെച്ചാൽ എനിക്ക് ഇഷ്ടം ഈ വാട്ടർഫോൾസ്, പാർക്ക്, ബീച്ച് അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. പക്ഷെ എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ ആൾക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളൂ. എന്ന് കരുതി എനിക്കിവിടെ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിവിടെ വളരെ ഇഷ്ടമായി. പക്ഷെ ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഇത് സുൽത്താൻ മുഹമ്മദ് ഖുലി കുത്തബ് ഷാന്റെ മൊസേലിയമാണ്. അതായത് ഫസ്റ്റ് സുൽത്താനാണ് ഈ ഒരു രാജവംശത്തില്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. വെറുതെ ഒരുപാട് ഞാൻ ഈ വീഡിയോയിൽ നല്ല പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വെറുതെ അടിച്ചു കയറ്റി ഇടുന്നതല്ല, ഉള്ളതുപോലെ തന്നെ പറയുന്നേ ഉള്ളൂ. നമുക്കിപ്പോ ഇഷ്ടമായി തന്നെയാണല്ലോ നമ്മൾ പറയേണ്ടത്. അപ്പൊ ഗൈസ്, ഞാനിനി നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് മുഖ്യം ബിഗിലേ. നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.